ഹായ് ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. എൻ്റെ പേര് റെജിന ടീച്ചർ എന്നാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ പേര് പറഞ്ഞ് ഇന്ന് തുടങ്ങുകയാണ്. ടീച്ചർ റെജിന ടീച്ചർ, സോഷ്യൽ സയൻസ് ട്യൂട്ടർ ചാനൽ ഓണപരീക്ഷ ക്കുള്ള കുറച്ച് ഗസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കായി പങ്കുവയ്ക്കുകയാണ് ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരെയും എൻ്റെ സോഷ്യൽ സയൻസ് ട്യൂട്ടർ ചാനലിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു. ഓക്കെ, എല്ലാവരും ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് പഠിച്ചതിന് ശേഷം നിങ്ങൾ നാളത്തെ നിങ്ങളുടെ സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് പോവുക. നിങ്ങൾക്ക് അത് ഒത്തിരി പ്രയോജനം ചെയ്യും. അപ്പം എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. എല്ലാവരും പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. നമ്മുടെ സോഷ്യൽ സയൻസ് ട്യൂട്ടർ ചാനൽ SCERTയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും നിങ്ങൾക്കായി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഇത് നമ്മുടെ സ്വന്തം ക്വസ്റ്റ്യൻസ് ആണ്. ടീച്ചർ തന്നെ തയ്യാറാക്കിയ SCERTയുടെ അതേ പാറ്റേണിൽ തയ്യാറാക്കിയ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ആൻസേഴ്സ് പഠിച്ചതിന് ശേഷം നാളത്തെ പരീക്ഷ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുന്നു. ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ ഇൻസ്ട്രക്ഷൻ കൃത്യമായി വായിച്ചതിന് ശേഷം വേണം നമ്മൾ പരീക്ഷ എഴുതാൻ. ക്വസ്റ്റ്യൻസ് നന്നായിട്ട് മനസ്സിലാക്കുക, കൂൾ ഓഫ് ടൈം നന്നായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂസ് പെയിൻറ്റിങ് ഈസ് ദ ലാസ്റ്റ് സപ്പർ? റെനേസൻസ് പെയിൻറ്റിങ്സിലെ ഒരു പ്രധാനപ്പെട്ട പെയിൻറ്റിംഗ് ആണ് ദ ലാസ്റ്റ് സപ്പർ. അപ്പോൾ ആ പെയിൻറ്റിങ്ങിൻ്റെ അതാരാണ് ചെയ്തത്? ആരാണ് ആ മഹാനായ ആർട്ടിസ്റ്റ്? ലിയോനാർഡോ ഡാവിഞ്ചി, മൈക്കൽ ആഞ്ചലോ, റാഫേൽ. ഇതിൽ കറക്റ്റ് ആൻസർ കണ്ടുപിടിച്ചിട്ട് പോവുക. ഓക്കെ, മാൻ ഈസ് ബോൺ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ ആരും മറന്നു പോകരുത്. ക്വസ്റ്റ്യൻ നമ്പർ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു പുട്ട് ദ ക്വസ്റ്റ്യൻ നമ്പർ. വിത്തൗട്ട് ക്വസ്റ്റ്യൻ നമ്പർ യു ഹാവ്, if you write the correct answer you will not got mark. Okay, so you first of all you have to put the number. Second question, man is born free but he is in chains. Who said this? നമുക്കറിയാം, ഇത് ഫ്രഞ്ച് റെവല്യൂഷനിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കമൻ്റാണ്. ആ ഫിലോസഫർ ആരാണെന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ആൾത്തേർ, റൂസോ, മോന്തസ്ക്യൂ. ഓക്കെ, ദീസ് വെർ ദ ഫേമസ് Russian philosophers, not Russian, French philosophers. Okay, then the question number 3, the local wind in Sahara desert. Sahara desertil മാത്രം കാണപ്പെടുന്ന ഒരു ലോക്കൽ വിൻഡ്, ചിനൂക്ക്, ഹർമാറ്റൺ, ഫോൻ. ആൻസർ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡോക്ടർ ഹർമാറ്റൺ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? ഡെസേർട്ടിൽ കാണപ്പെടുന്ന വിൻഡ് ഏതാണ്? ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ ഗ്രാസ്ലാൻഡ് പാമ്പാസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് കോണ്ടിനെൻറ്റ്? എല്ലാ ഗ്രാസ്ലാൻഡിൻ്റെയും കോണ്ടിനെൻറ്റ് നമ്മൾ പഠിച്ചതാണ്. ഏത് കോണ്ടിനെൻറ്റിലാണ് ആ ഗ്രാസ്ലാൻഡ് കാണപ്പെടുന്നത്? അപ്പോൾ പാമ്പാസ് എന്ന് പേരുള്ള ഗ്രാസ്ലാൻഡ് നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ്. കറക്റ്റ് ഏതാണോ അത് കണ്ടുപിടിക്കുക. പാമ്പാസ്. ഓക്കെ, ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ബീയിങ് ഇൻ ഫ്രാൻസ്. ഫ്രാൻസിൽ ഒരു ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന വർഷം 1793, 1795, 1782. ഓക്കെ, ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ, മാക്സിമം ടെമ്പറേച്ചർ 38 ഡിഗ്രി സെൽഷ്യസ്, മിനിമം ടെമ്പറേച്ചർ 23 ഡിഗ്രി സെൽഷ്യസ്. വാട്ട് ഈസ് ദ ഡെയിലി മീൻ ടെമ്പറേച്ചർ? ഡെയിലി മീൻ ടെമ്പറേച്ചർ കാണാനുള്ള ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാം. മാക്സിമം ടെമ്പറേച്ചർ പ്ലസ് മിനിമം ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ 2. 38 പ്ലസ് 23 ഡിവൈഡഡ് ബൈ 2 എത്രയാണ് ആൻസർ? 30 ഡിഗ്രി എന്ന് പറയുന്നു, 31 ഡിഗ്രി എന്ന് പറയുന്നു, 30.5 ഡിഗ്രി എന്ന് പറയുന്നു. വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ 38നെ 23 കൊണ്ട് ആഡ് ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ദെൻ സെവൻത്ത് ക്വസ്റ്റ്യൻ, ഇൻസ്ട്രുമെൻറ്റ് ഫോർ മെഷറിങ് സ്പീഡ് ഓഫ് ദ വിൻഡ്. വിൻഡിൻ്റെ സ്പീഡും അതിൻ്റെ ഡയറക്ഷനും അളക്കാനുള്ള ഇൻസ്ട്രുമെൻറ്റിനെ പറ്റി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആൻസേഴ്സ് ഏതൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കിയേ. അനിമോമീറ്റർ, വിൻഡ് വെയിൻ, ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോമീറ്റർ, വിൻഡ് വെയിൻ, അനിമോമീറ്റർ. കറക്റ്റ് ആൻസർ സ്പീഡ് ഓഫ് ദ വിൻഡ്. എയ്ത്ത് ക്വസ്റ്റ്യൻ,
കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ ഇന്ത്യ? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നമുക്കറിയാം, ഇന്ത്യയിലെ കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആക്ട് ആയിരുന്നു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അത് ഏത് ഡേറ്റിലാണ്, ഏത് വർഷമാണ് അത് കെയിം ഇൻ ടു ഫോഴ്സ് നിലവിൽ വന്നത്? 24 ഡിസംബർ 1996, 24 ഡിസംബർ 1986, 24 ഡിസംബർ 1906. കറക്റ്റ് ആൻസർ എഴുതുക. 24 ഡിസംബർ നമുക്കറിയാം കൺസ്യൂമർ ഡേയാ അല്ലേ? അതും ഒരു ക്വസ്റ്റ്യനായിട്ട് വരാം. കൺസ്യൂമർ ഡേ 24 ഡിസംബർ, കാരണം 24 ഡിസംബറിലാണ് നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഫോഴ്സിൽ വന്നത്, നിലവിൽ വന്നത്. പക്ഷേ ഇയർ കൂടി കറക്റ്റ് ആക്കി എഴുതുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 8 ക്വസ്റ്റ്യൻസ് ആയിരിക്കും സ്കോർ 1 ഉള്ളത്. അതിൻ്റെ എല്ലാ ആൻസർ നിങ്ങൾ 1 വേർഡിൽ ആൻസർ മാത്രം എഴുതുക. 1 സ്കോറേ ഉള്ളൂ. അതിനകത്ത് ഹിസ്റ്ററിയുടെ ചോദ്യങ്ങളും, ഹിസ്റ്ററി പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും, ജോഗ്രഫി പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് 2 സ്കോറുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ക്വസ്റ്റ്യൻസ് 9 to 13 സ്കോർ 2. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ഇൻസ്ട്രക്ഷൻ? 2 സെൻറ്റൻസസ് ഓർ മോർ. ഓക്കെ, 2 പോയിൻറ്റ്സോ അതിൽ കൂടുതലോ നിങ്ങൾ എഴുതേണ്ടതാണ് 2 സ്കോർ ക്വസ്റ്റ്യൻസ്. എത്ര ക്വസ്റ്റ്യൻസ് കാണും? 9 to 13 ആയിരിക്കും ക്വസ്റ്റ്യൻസ്. ഓക്കെ, വാട്ട് ഈസ് റെനേസൻസ്? നമുക്കറിയാം, നമ്മൾ ഹ്യൂമനിസം എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ കംപ്ലീറ്റ് പഠിക്കുന്നത് റെനേസൻസിനെ പറ്റിയാണ്. റെനേസൻസ് ആർട്ട്, റെനേസൻസ് ലിറ്ററേച്ചർ, റെനേസൻസ് സയൻസ് അല്ലേ? നമ്മൾ റെനേസൻസിനെ പറ്റിയാണ് അതിനകത്ത് പഠിക്കുന്നത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് റെനേസൻസ്? ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 10, വാട്ട് വെയർ ദ മെയിൻ ഐഡിയാസ് ഓഫ് ഫ്രഞ്ച് ഫിലോസഫർ മോണ്ടെസ്ക്യൂ? പലപ്പോഴും നമ്മൾ ഫ്രഞ്ച് ഫിലോസഫർ റൂസോയുടെ ഐഡിയാസൊക്കെയാണ് കൂടുതലും നമ്മൾ ക്വസ്റ്റ്യന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാം, ഈ മോണ്ടെസ്ക്യൂവിൻ്റെ ഏറ്റവും പ്രധാനം അദ്ദേഹത്തിൻ്റെ ആ ഫ്രഞ്ച് ഫിലോസഫറുടെ ഐഡിയാസ് ഇന്നത്തെ കാലത്തും വളരെ റെലവൻ്റ് ആണ്, വളരെ അത് ഇന്നും പ്രസക്തമാണ്. കാരണം മോണ്ടെസ്ക്യൂ അത്രയും ഫോർവേഡായിട്ടുള്ള ചില ഐഡിയാസാണ് പറഞ്ഞിരിക്കുന്നത്. അത് പഠിച്ചോണേ, മോണ്ടെസ്ക്യൂ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 11, വാട്ട് ആർ വേരിയബിൾ വിൻസ്? ഗീവ് എക്സാമ്പിൾസ്. നമ്മൾ പലതരം വിൻസിനെ പറ്റി കണ്ടു. പെർമനൻറ്റ് വിൻസ്, ദെൻ വേരിയബിൾ വിൻസ്, ലോക്കൽ വിൻസ് അല്ലേ? ഇങ്ങനെ പല വിൻസിനെ പറ്റി പഠിച്ചതാണ്. ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഏതാണ്ട് വന്നിരിക്കുന്നത് വാട്ട് ആർ വേരിയബിൾ വിൻസ്? എക്സാമ്പിൾസ് കൂടി എഴുതുക. 2 മാർക്കേ ഉള്ളൂ, അതുകൊണ്ട് വളരെ മിനിമമായിട്ട് എഴുതിയാൽ മതി, വളരെ മിനിമം എഴുതിയാൽ മതി. ഇനി 12th ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ സ്പീഡ് ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് വിൻഡ്? വിൻഡിൻ്റെ സ്പീഡും അതിൻ്റെ ഇൻറ്റൻസിറ്റിയും അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. 2 ഫാക്ടറേ ഉള്ളൂ, ആ 2 ഫാക്ടറും എഴുതുക. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ സ്പീഡ് ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് വിൻഡ്? വിൻഡിൻ്റെ സ്പീഡ്, ഇൻറ്റൻസിറ്റി, അതിൻ്റെ സ്ട്രോങ്നെസ്, അതിൻ്റെ എത്രമാത്രം അത് ഫോഴ്സ്ഫുള്ളാണ്, അത് അറിയുന്നത് 2 കാര്യങ്ങളേ ഉള്ളൂ, 2 ഫാക്ടേഴ്സേ ഉള്ളൂ, പഠിച്ചോളാം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 13, റൈറ്റ് എനി 2 ലിമിറ്റേഷൻസ് ഓഫ് കോമൺ സെൻസ് നോളജ്. കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത് നമുക്കറിയാം, സാധാരണക്കാരെ, സ്കൂളിൽ പോയിട്ടില്ലാത്തവരെ എല്ലാവർക്കും ജന്മനാലെ കിട്ടുന്ന ഒരു നോളജാണ് കോമൺ സെൻസ് നോളജ്. ചില ആളുകൾ വിചാരിക്കാറുണ്ട് ഈ കോമൺ സെൻസ് നോളജ് മതി നമുക്ക് ജീവിക്കാൻ. പക്ഷേ അങ്ങനെയല്ല, കോമൺ സെൻസ് നോളജിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസിൽ എനി 2 ആണ് എഴുതാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, എനി 2, 3 ഒക്കെ വരെ എഴുതാം കേട്ടോ, 3 എണ്ണം വേണേലും എഴുതാം. അപ്പോൾ 9 to 13 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ആണ് സ്കോർ 2 ക്വസ്റ്റ്യൻസ്. അത് നമ്മളെല്ലാം തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻസ് 14 to 21 സ്കോർ 3. 3 സ്കോറുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ആ 3 സ്കോറിന് നമുക്ക് എന്തായിരിക്കും ഇൻസ്ട്രക്ഷൻ കിട്ടുക? 3 സെൻറ്റൻസസ് ഓർ മോർ, 3 പോയിൻറ്റ്സ് ഓർ മോർ അല്ലേ? അപ്പോൾ അത്യാവശ്യം 3 പോയിൻറ്റ്സേ നിർത്തരുത്. നിങ്ങൾക്ക് അതിനെപ്പറ്റി മോർ കാര്യങ്ങൾ അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ 1-2 പോയിൻറ്റ്സ് കൂടി എഴുതി വെക്കുക. ഓക്കെ, 14th ക്വസ്റ്റ്യൻ, വിമൻ ഇൻ ഫ്രഞ്ച് റെവല്യൂഷൻ. ഫ്രഞ്ച് റെവല്യൂഷനിൽ വിമൻ പാർട്ടിസിപ്പേഷൻ എങ്ങനെയായിരുന്നു? വിമൻ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തെങ്കിൽ അവരെങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്? അവരെന്താണ് അവിടെ ചെയ്തത്? 2, വിമൻ ലീഡേഴ്സ് ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരെന്താണ്?
ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ അതിൻ്റെ ആൻസറായി. പഠിച്ചോണേ. വിമൻ ഇൻ ഫ്രഞ്ച് റവല്യൂഷൻ നമുക്കറിയാം. അവർ റാലിയൊക്കെ നടത്തിയതും എല്ലാം നമ്മൾ കണ്ടതാണ്. അവരുടെ ക്യാപിറ്റലിലേക്ക് ഒരു റാലിയൊക്കെ സംഘടിപ്പിച്ചതും എല്ലാം നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ അതെടുത്ത് പഠിക്കുക. വിമൻ ലീഡറിൻ്റെ പേരുകൂടി എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. 15th ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് വെതർ സ്റ്റഡീസ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്? വെതർ ആൻഡ് ക്ലൈമറ്റ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ അവസാന ഭാഗത്ത് കാണുന്നുണ്ട്. വെതർ സ്റ്റഡീസിന് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ടോ, അതോ വെറുതെ പണനഷ്ടവും സമയനഷ്ടവുമാണോ? വെതർ സ്റ്റഡീസ് ആവശ്യമുണ്ടോ? എന്തിനാണ് ഈ വെതർ സ്റ്റഡീസ്? അതിന് ഡേ ടു ഡേ ലൈഫിൽ എന്താണ് സിഗ്നിഫിക്കൻസ്? ആ ചാപ്റ്റർ എടുത്ത് അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നോക്കുക. അവിടെ സിഗ്നിഫിക്കൻസ് തന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോയിലും അത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ സിഗ്നിഫിക്കൻസ് ഓഫ് വെതർ സ്റ്റഡീസ്. ഓക്കെ. ഇനിയും അത് 3 പോയിൻറ്റ്സെങ്കിലും മിനിമം വേണം. 3-ൽ കൂടുതൽ എഴുതാൻ സാധിച്ചാൽ വളരെ നന്നായിരിക്കും. ഓക്കെ. 16th ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ മെയിൻ പെർമനൻറ്റ് വിൻസ്? പെർമനൻറ്റ് വിൻസ് 3 എണ്ണമേ ഉള്ളതെന്ന് നമുക്കറിയാം. ഈ ട്രേഡ് വിൻസ്, അതുപോലെ വെസ്റ്റേൺ ഐസ്, പോളാർ ഈസ്റ്റേൺ ഐസ്. പക്ഷേ ആ 3 പേരുകളോട് മാത്രം നിങ്ങൾ ഈ ആൻസറിനെ നിങ്ങൾ മിനിമൈസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ആ പെർമനൻറ്റ് വിൻഡിനെ പറ്റിയും വെസ്റ്റേൺ ഐസിനെ പറ്റിയും പോളാർ ഈസ്റ്റേൺ ഐസിനെ പറ്റിയും എന്തെങ്കിലും 2 പോയിൻറ്റ്സെങ്കിലും ഓരോന്നിനെ പറ്റി എഴുതാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആ കീവേഡ്സിനെ അണ്ടർലൈൻ ചെയ്യാനും ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ 3 മാർക്കിനുള്ളത് എഴുതിക്കോണം. 3 വേർഡ്സ് മാത്രം എഴുതിയാൽ പോരാ, അല്പം കൂടുതൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് 17th ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി? നമുക്കറിയാം, ഒരു കൺസ്യൂമർ ഒരേ സാധനം തന്നെ വീണ്ടും വീണ്ടും കൺസ്യൂം ചെയ്യുമ്പോൾ അയാൾക്കുണ്ടാകുന്ന യൂട്ടിലിറ്റിയെ സംബന്ധിച്ചുള്ള ഒരു തിയറി ആയിരുന്നല്ലോ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. ഈ കാർഡിനൽ യൂട്ടിലിറ്റി തിയറിക്ക് ചില അസംഷൻസ് ഉണ്ട്. ഈ അസംഷൻസ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി അത് കറക്റ്റ് ആണെന്ന് വരത്തുള്ളൂ. പക്ഷേ ആ അസംഷൻസ് തന്നെ അത്ര കറക്റ്റ് അല്ല, അല്ലേ? അപ്പോൾ ആ കാർഡിനൽ യൂട്ടിലിറ്റി തിയറിയുടെ ലിമിറ്റേഷൻസ് നമ്മൾ പഠിച്ചതാണ്. അത് എഴുതുക. ഓക്കെ. അപ്പോൾ 3 മാർക്കുണ്ടെന്ന് ഓർക്കുക. അപ്പോൾ 3 പോയിൻറ്റ്സെങ്കിലും മിനിമം വേണം. കാർഡിനൽ യൂട്ടിലിറ്റി തിയറി, അതിൻ്റെ ലിമിറ്റേഷൻസ്. ദെൻ 18th ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഓതർ ആൻഡ് ദ ബുക്ക്. തന്നിരിക്കുന്ന ഹിൻഡ് വെച്ച് ഓതറിൻ്റെ പേരും എഴുതണം, ബുക്കിൻ്റെ പേരും എഴുതണം. ഓക്കെ. ആ ബുക്കിനെ പറ്റിയാണ് പറയുന്നത്. അഡ്വക്കേറ്റ് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് റിമെയിൻ ഇമ്പാർഷ്യൽ. ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എപ്പോഴും ഇമ്പാർഷ്യൽ ആയിരിക്കണമെന്ന് ആ ബുക്കിൽ പറയുന്നു. തന്നെ അഡ്വക്കേറ്റ് ദ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് അവോയ്ഡ് ഫേവറേറ്റിസം. ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ഒരിക്കലും ഫേവറേറ്റിസം, ആരോടെങ്കിലും പ്രത്യേക താല്പര്യം കാണിക്കുന്നതിനാണ് ഫേവറേറ്റിസം എന്ന് പറയുക. ആ ഫേവറേറ്റിസം ഉണ്ടാകാൻ പാടില്ല. ഈ 2 സൂചനകൾ തന്നാൽ നമുക്ക് ആ ബുക്ക് ഏതാണെന്നും എഴുതാൻ പറ്റും, അത് എഴുതുന്ന ഓതർ ആരാണെന്നും എഴുതാൻ പറ്റും. ഇത് 2 എഴുതുക. ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 19, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രാറ്റസ് ക്ലൗഡ് ആൻഡ് കുമുലസ് ക്ലൗഡ്? സ്ട്രാറ്റസ് ക്ലൗഡിൻ്റെയും ക്യുമുലസ് ക്ലൗഡിൻ്റെയും ഡിഫറൻസസ് എഴുതാനാണ്. അപ്പോൾ അതിൻ്റെ കളറ്, അതിൻ്റെ ഷേപ്പ് ഒക്കെ വെച്ച് അത് ഇവിടെ കാണപ്പെടുന്നു, അല്ലേ? അത് അറ്റ്മോസ്ഫിയറിൻ്റെ ലോവർ പോർഷനിലാണോ ഹയർ പോർഷനിലാണോ, അതിൻ്റെ ഓരോന്നിൻ്റെയും ഷേപ്പ് എന്താണ്, കളർ എന്താണ്, ഇതെഴുതുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2 കോളം വരച്ചെഴുതാം. സ്ട്രാറ്റസ് ക്ലൗഡ്, ക്യുമുലസ് ക്ലൗഡ്. അതിൻ്റെ അടിയിലോട്ട് പോയിൻറ്റ്സ് എഴുതിയാൽ മതി. അങ്ങനെ വേണേലും എഴുതാം. അല്ലെങ്കിൽ സ്ട്രാറ്റസ് ക്ലൗഡ് എന്ന് എഴുതി നമ്മൾ അണ്ടർലൈൻ ചെയ്യുന്നു, അതിനെപ്പറ്റി എഴുതുന്നു. കുമുലസ് ക്ലൗഡ് എന്ന് എഴുതി അണ്ടർലൈൻ ചെയ്യുന്നു, അതിനെപ്പറ്റി എഴുതുന്നു. അണ്ടർലൈനിങ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങളുടെ പേപ്പറിനെ പറ്റി നല്ല ഒരു റെസ്പെക്റ്റ് നമുക്ക് തോന്നാനിടയാകുന്നത് ഈ അണ്ടർലൈനിങ് ഒക്കെയാണ്. കീവേഡ്സിനെ അണ്ടർലൈൻ ചെയ്തോണം. ദെൻ 20th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി? എന്താണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി? അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റിയും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും നമ്മൾ കണ്ടതാണ്, നമ്മൾ പഠിച്ചതാണ്. എന്താണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി? ആക്ച്വലി അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പറിൻ്റെ അളവാണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. എന്താണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഒരു പക്ഷേ നിങ്ങളെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ആൻഡ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്നും ചോദിക്കാം. ഓക്കെ. അപ്പോൾ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി, റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുക. ഓക്കെ. വാട്ട് ഈസ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി? അതിൻ്റെ ഒരു ഫോർമുല ഉണ്ടല്ലോ. അപ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്താണെന്ന് എഴുതിയിട്ട് ഫോർമുലയും കൂടി എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 21, വാട്ട് കുഡ് ഹാവ് ബീൻ ദ ഇൻഫ്ലുവൻസ് ഓഫ് പ്രിൻറ്റിംഗ് പ്രസ് ഇൻ സൊസൈറ്റി ഓഫ് റെനേസൻസ് പീരീഡ്? റെനേസൻസ് പീരീഡിലെ എല്ലാ കണ്ടെത്തലുകളെയും എല്ലാ
പുതിയ കാര്യങ്ങളെയും അതിനെ അഫക്റ്റ് ചെയ്ത, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട അവരുടെ ഒരു ഇൻവെൻഷനായിരുന്നു പ്രിൻറ്റിംഗ് പ്രസ്. അപ്പോൾ റെനേസൻസ് പീരീഡിൽ ഈ പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചതാണ്, നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. ആ പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ ഇൻഫ്ലുവൻസ് എന്താണ് റെനേസൻസ് പീരീഡ് എന്നുള്ളത് 3 പോയിൻറ്റ്സ് എങ്കിലും എഴുതുക. അപ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 21 വരെയാണ് നമുക്കുള്ളത്. ഈ 21 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് 3 സ്കോർ, 14 to 21. ഓക്കെ, ക്വസ്റ്റ്യൻസ് 14 to 21, 3 സ്കോർ. അപ്പം മിനിമം 3 പോയിൻറ്റ്സ് ഓർ 4 പോയിൻറ്റ്സ്, 4 ഓർ മോർ പോയിൻറ്റ്സ്. ഓക്കെ, ഇനി നമുക്ക് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ക്വസ്റ്റ്യൻസ് 22 to 28, സ്കോർ 4. ഒന്നാമത്തെ 22, ക്വസ്റ്റ്യൻ നമ്പർ 22. വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ? കൺസ്യൂമർ എഡ്യൂക്കേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1986. അതിനെപ്പറ്റി ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ഇത് എഴുതിക്കോണം. കൺസ്യൂമർ എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൺസ്യൂമർ കോർട്ടുകൾ സ്ഥാപിക്കണമെന്നും അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ? ഒരു കൺസ്യൂമറിനെ ഫ്രോഡ് സംഭവിക്കാതിരിക്കാൻ, ഒരു കൺസ്യൂമറിനെ ചീറ്റിംഗ് സംഭവിക്കാതിരിക്കാൻ കൺസ്യൂമേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? എഡ്യൂക്കേറ്റഡ് ആക്കണം. അത് ഗവൺമെൻറ്റാണ് ഇത് ചെയ്യേണ്ടത്. പിന്നെ മറ്റ് സ്കൂളുകൾക്കുമൊക്കെ അത് ചെയ്യാം. അപ്പോൾ ഈ കൺസ്യൂമർ എഡ്യൂക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതിൻ്റെ ഗോൾ എന്താണ്, അതിൻ്റെ എയിം എന്താണ്? അപ്പോൾ 4 പോയിൻറ്റ്സ് വേണം കേട്ടോ, 4 പോയിൻറ്റ്സ്. അപ്പോൾ 4 സ്കോറുള്ള ക്വസ്റ്റ്യൻസിനെ 4 പോയിൻറ്റ്സ് ഓർ മോർ, 5 പോയിൻറ്റ്സ് എങ്കിലും മിനിമം എഴുതിക്കോണം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 23. The social causes behind all personal problems can be identified through sociological imagination. What are the characteristics of sociological imagination? Okay, sociological imagination എന്ന് പറയുന്നത് എല്ലാ പേഴ്സണൽ പ്രോബ്ലംസിനും നമുക്ക് അതിനകത്തൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. ദ സോഷ്യൽ കോസസ് ബിഹൈൻഡ് ഓൾ പേഴ്സണൽ പ്രോബ്ലം. ഇപ്പം നമുക്കറിയാം, ഒരു ഞാനവിടെ എക്സാമ്പിളൊക്കെ പറഞ്ഞ് നിങ്ങൾക്കൊരു വീഡിയോ, ടീച്ചറിൻ്റെ വീഡിയോ അവിടെ ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട്, എടുത്ത് കാണുക. ആ ചാപ്റ്റർ നമുക്ക് ഇട്ടിട്ടുണ്ട്, ആ ചാപ്റ്റർ തന്നെ എടുത്ത് കാണുക. ഓക്കെ, അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പല പ്രോബ്ലംസും നമ്മുടെ മാത്രം കുറ്റമല്ലെന്നും അതിന് സോഷ്യലായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് കൂടി ഉണ്ടെന്നും നമ്മളെ മനസ്സിലാക്കി തരുന്നത് ഏതാണ്? ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷനാണ് അല്ലേ? നമ്മൾ ഏതാ എക്സാമ്പിൾ കണ്ടത്? ആ കുട്ടി അവരുടെ പോവർട്ടിയുടെ കാര്യം അവിടെ മാത്രം കുഴപ്പമാണ്, അവരുടെ ലേസിനെസ് ആണ്, അവരുടെ കുഴപ്പങ്ങളാണ്, അവരുടെ മടിയാണ് എന്നൊക്കെ അവർ വിചാരിച്ചു. പക്ഷേ അതല്ല കാര്യം, നമുക്കറിയാം. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ? ടെക്സ്റ്റിലുണ്ട്, നമ്മുടെ വീഡിയോയിലുണ്ട്, പഠിക്കുക. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസ്. അപ്പം നമുക്കറിയാം അതിനകത്ത് 2 എണ്ണം അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വരും. ഞാൻ നിങ്ങൾക്ക് ഗസ് ചെയ്ത് തരുന്നു ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസ്. നമുക്കറിയാം മൗണ്ടൻ ബ്രീസ് ആൻഡ് വാലി ബ്രീസും ഒക്കെ വരാം. ലാൻഡ് ബ്രീസും സീ ബ്രീസും. ലാൻഡ് ബ്രീസ് എഴുതുമ്പോൾ എവിടെയാണ് ഹൈ പ്രഷർ, എവിടെയാണ് ലോ പ്രഷർ? ഓക്കെ, ലാൻഡ് ബ്രീസ് എന്ന് പറയുമ്പോൾ ലാൻഡിലാണ് ഹൈ പ്രഷർ, അതുകൊണ്ടാണല്ലോ ലാൻഡ് ബ്രീസ് എന്ന് അതിന് പറയുന്നത്. സീ ബ്രീസ് എന്ന് പറയുമ്പോൾ സീയിലാണ് ഹൈ പ്രഷർ, അപ്പോൾ സീയിൽ നിന്നും ലാൻഡിലേക്കായിരിക്കും വിൻഡ്. എന്നാൽ ലാൻഡ് ബ്രീസിലോ ലാൻഡിലാണ് ഹൈ പ്രഷർ, സോ ലാൻഡിൽ നിന്ന് സീയിലേക്കായിരിക്കും. ലാൻഡ് ബ്രീസ് എപ്പോഴാണ് സംഭവിക്കുക? നൈറ്റ്. സീ ബ്രീസ് എപ്പോഴാണ് സംഭവിക്കുക? ഡേ. ഇതൊക്കെ എഴുതിക്കോണം. എവിടെയാണ് ഹൈ പ്രഷർ, എവിടെയാണ് ലോ പ്രഷർ, എവിടുന്ന് എങ്ങോട്ടാണ് ഡയറക്ഷൻ, അപ്പോൾ രാത്രിയാണോ പകലാണോ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൃത്യമായിട്ട് എഴുതേണ്ടത്. ലാൻഡ് ബ്രീസും സീ ബ്രീസും. ഓക്കെ, ദെൻ അപ്പോൾ 2 എഴുതുമ്പോൾ നമുക്ക് 4 മാർക്ക് കിട്ടും. ഒരെണ്ണത്തിന് 2 മാർക്ക്, ലാൻഡ് ബ്രീസിന് 2 മാർക്ക്, സീ ബ്രീസിനും 2 മാർക്ക്, 2 + 2 4. ഇനി അടുത്തത് നമുക്ക് ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് വരാം. ഫ്രഞ്ച് റെവല്യൂഷനുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ്. ദ നെപ്പോളിയൻ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ലേഡ് ദ ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ ഫ്രാൻസ്. ആധുനിക ഫ്രാൻസിനെ അടിത്തറയിട്ടത് നെപ്പോളിയൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ആണ്. ഓക്കെ, നെപ്പോളിയൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് നമ്മുടെ ടെക്സ്റ്റിൽ വലിയൊരു ചാർട്ട് തിരിച്ച് അതിൻ്റെ പല പോയിൻറ്റ്സായിട്ട് അതിനെ ഹെഡ് തിരിച്ചിട്ട് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മുടെ ടെക്സ്റ്റിലുണ്ട്, ടീച്ചറിൻ്റെ വീഡിയോയിലുണ്ട്, അതെടുത്ത് പഠിക്കുക. എന്തൊക്കെയാണ് നെപ്പോളിയൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ്, അതങ്ങ് എഴുതിയാൽ മതി. ഡു യു എഗ്രി ദ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആദ്യത്തെ സെൻറ്റൻസ്? യെസ്, ഐ എഗ്രി ദ സ്റ്റേറ്റ്മെൻറ്റ്. നെപ്പോളിയൻസ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ലേഡ് ദ ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ ഫ്രാൻസ്. അത്രയും കൊണ്ട് നമ്മൾ തൃപ്തിപ്പെട്ടാൽ നമുക്ക് മാർക്ക് കിട്ടുമോ? ഇല്ല.
നമ്മളത് കഴിഞ്ഞ് എന്തെഴുതണം? നെപ്പോളിയൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് എഴുതണം. ഓക്കെ, അപ്പോൾ എസ് എന്നുള്ളത് മാത്രം പോരാ, എസ് എന്നുള്ളത് മസ്റ്റാണ്, അത് എഴുതിയിരിക്കണം. അതിനുശേഷം അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് കൂടി എഴുതുക. ഓക്കെ, ദെൻ 26th ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ ചാർട്ട് ഷോയിങ് ദ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് കൺസ്യൂമർ കോർട്ട്. കൺസ്യൂമർ കോർട്ടിൻ്റെ ഡിഫറെൻറ്റ് ലെവൽസ് കാണിക്കുന്ന ഒരു നമുക്കൊരു ചാർട്ട് തന്നെ നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. ആ കൺസ്യൂമർ കോർട്ടിൻ്റെ ആ ചാർട്ട് അതുപോലെ വരയ്ക്കുക. ഏറ്റവും ടോപ്പിൽ ആരെ വരയ്ക്കണം? നമ്മുടെ സുപ്രീം കോർട്ടിനെ വരയ്ക്കണം. എന്നിട്ട് ഓരോ കോർട്ടിലും എത്ര പണം വരെ അവിടെ അവർക്ക് കോമ്പൻസേഷൻ നൽകാൻ പറ്റും അതുകൂടി എഴുതുക. ഓക്കെ, അത് ആ ചാർട്ട് പോലെ തന്നെ അങ്ങ് വരച്ച് വെക്കുക. നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ദെൻ വാട്ട് ഡു യു മെൻ ബൈ കൗണ്ടർ റെഫർമേഷൻ? നമ്മൾ ഹ്യൂമനിസം എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് റെഫർമേഷനും കൗണ്ടർ റെഫർമേഷനും. റെഫർമേഷൻ മാർട്ടിൻ ലൂതർ അല്ലേ റെഫർമേഷൻ കൊണ്ടുവന്നു. അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി കാത്തലിക് ചർച്ചിൽ തന്നെ കൊണ്ടുവന്ന ഒരു റിഫോർമേഷനാണ് കൗണ്ടർ റെഫർമേഷൻ. ആരാണ് അത് ചെയ്തത്? ഇഗ്നേഷ്യസ് ലയോള. അതിനെപ്പറ്റിയാണ് എഴുതേണ്ടത്. ഇഗ്നേഷ്യസ് ലയോളയുടെ പേര് മസ്റ്റാണ് നിങ്ങൾ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇഗ്നേഷ്യസ് ലയോള കൊണ്ടുവന്ന കാത്തലിക് ചർച്ചിൽ തന്നെ വന്ന അവരുടെ സെൽഫായിട്ടുള്ള ഒരു റെഫർമേഷനാണ് കൗണ്ടർ റെഫർമേഷൻ എന്നും അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും എഴുതുക. കൗണ്ടർ റെഫർമേഷൻ. ഓക്കെ, ദെൻ 28th ക്വസ്റ്റ്യൻ. ഇതുകൊണ്ട് നമ്മുടെ 4 മാർക്കിൻ്റെ 4 സ്കോറുള്ള ക്വസ്റ്റ്യൻസ് അവസാനിക്കുകയാണ്. എക്സ്പ്ലെയിൻ ഓറോഗ്രാഫിക് റെയിൻഫോൾ വിത്ത് എ ഡയഗ്രാം. ആ ഡയഗ്രാം ഒന്ന് വരച്ചിട്ട് വൃത്തിയായിട്ട് വരയ്ക്കുക. ആ വിൻഡ്വാർഡ് സൈഡും ലീവാർഡ് സൈഡും റെയിൻഫോൾ ഉണ്ടാകുന്ന സൈഡും റെയിൻഫോൾ ഇല്ലാത്ത സൈഡും ഒക്കെ നിങ്ങൾ മാർക്ക് ചെയ്യുക. എവിടെയാണ് വാട്ടർ ബോഡി കിടക്കുന്നതെന്ന് കാണിക്കുക. മൗണ്ടൻ വരയ്ക്കുക. എന്നിട്ട് മൗണ്ടന് കണക്റ്റഡ് ആയിട്ട് മൗണ്ടൻ്റെ പ്രസൻസ് കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടൻസേഷൻ സംഭവിച്ചുണ്ടാകുന്നതാണ് ഓറോഗ്രാഫിക് റെയിൻഫോൾ എന്ന് നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, ഇത് രണ്ടുകൂടി നമുക്ക് 1 മാർക്ക് നിങ്ങൾ ഡയഗ്രാം വരയ്ക്കുന്നതിനാണ്. ബാക്കി 3 മാർക്ക് നമ്മുടെ എക്സ്പ്ലനേഷനാണ്. അപ്പോൾ ഓറോഗ്രാഫിക് റെയിൻഫോൾ എഴുതുക. ഓക്കെ, അപ്പോൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അങ്ങനെ തീർന്നിരിക്കുകയാണ്. നമുക്കിനി നമ്മുടെ ലോങ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ലോങ് ആൻസേഴ്സ്. എസ്സേ ക്വസ്റ്റ്യൻ 29 to 30 സ്കോർ 5. ഇവിടെ നമുക്ക് ഇൻസ്ട്രക്ഷൻ എന്താണെന്നോ, അവിടെ 4 പോയിൻറ്റ് 5 പോയിൻറ്റ് 6 പോയിൻറ്റ്സ് നോ നത്തിങ്. നമ്മളിവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്? ആൻസർ ഇൻ ഡീറ്റെയിൽ. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. ഒരു കുട്ടിക്ക് എത്ര എഴുതാൻ പറ്റുമോ കറക്റ്റായിട്ട് എഴുതണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കരുത്. എന്നാൽ പിന്നെ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതണമല്ലോ, അതുകൊണ്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ അവിടുന്ന് ഇവിടുന്നും ഒക്കെ എഴുതാം എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ആ ക്വസ്റ്റ്യനുമായിട്ട് കണക്റ്റഡ് അല്ലാത്ത ഒന്നും എഴുതാൻ പാടില്ല. അങ്ങനെ എഴുതിയാൽ നിങ്ങൾ വെറുതെ എന്താണ് ട്രിക്കാണെന്നുള്ളത് ടീച്ചറിന് മനസ്സിലാകും, മാർക്ക് കുറയും. അതുകൊണ്ട് അങ്ങനെ എഴുതാനല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിനൊരു ലിമിറ്റേഷൻ ഇല്ല. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാം എഴുതാം. എന്താണ് 29th ക്വസ്റ്റ്യൻ 5 മാർക്കിൻ്റെ? വാട്ട് വെയർ ദ റീസൺസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ? ഫ്രഞ്ച് റെവല്യൂഷൻ്റെ റീസൺസ് ഫസ്റ്റ് 2.5 മാർക്ക് അവിടെ കിട്ടും. ഫ്രഞ്ച് റെവല്യൂഷൻ്റെ കോൺസിക്വൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഇമ്പാക്റ്റ്, അതിൻ്റെ റിസൾട്ട്. കോൺസിക്വൻസസ് മീൻസ് റിസൾട്ട്, ഇമ്പാക്റ്റ്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എഴുതുക. അപ്പോൾ അത് രണ്ടും 2 ഹെഡായിട്ട് തന്നെ എഴുതുക. കീവേഡ്സ് ഏതൊക്കെയാണ് അവിടെ വരിക? റീസൺസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ അണ്ടർലൈൻ. എന്നിട്ട് റീസൺസ് 1 by 1 എഴുതണം. ആ ഫിലോസഫേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ്, അവരുടെ ബോർബോൺ ഡൈനാസ്ട്രി, അവരുടെ എക്സ്ട്രാ വേഗൻസി ഓഫ് ദെയർ കിങ്സ്, അങ്ങനെ പല അവരുടെ എന്താണ് സോഷ്യൽ ഇൻഇക്വാളിറ്റി, അങ്ങനെ കുറേ റീസൺസ് അവിടെ പറയുന്നുണ്ട്. റീസൺസിനെ നിങ്ങൾ എന്ത് ചെയ്യണം? അല്പാൽപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ റീസൺസ് എഴുതുക. ഓരോ റീസണും എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ചെറിയൊരു അണ്ടർലൈനിങ് കൊടുക്കുക. വലിയ കീവേഡ്, അതായത് റീസൺസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ, ഒരു നല്ല അണ്ടർലൈനിങ് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ വളരെ സ്മാർട്ടായിട്ട് അതിൻ്റെ ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ റീസൺസ് എഴുതി കഴിഞ്ഞ് പിന്നെ എന്ത് എഴുതണം? കോൺസിക്വൻസസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ, അത് ഇമ്പാക്റ്റാണ് കേട്ടോ. ഇമ്പാക്റ്റ്, റിസൾട്ട് അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് 1 by 1 ആയിട്ട് റിസൾട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എഴുതുമ്പോഴാണ് നമുക്ക് 5 മാർക്ക് കിട്ടുക. ഒരു കുട്ടി റീസൺ മാത്രം കംപ്ലീറ്റ് ഒരു 2 പേജ് എഴുതി വെച്ചു, പക്ഷേ കോൺസിക്വൻസസിനെ പറ്റി ആ കുട്ടി ഒന്നും എഴുതിയില്ല. എന്ത് സംഭവിക്കും? 2.5 മാർക്ക് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കൂ. ഓക്കെ, ഇനി അതിനൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഡിസ്കസ് ദ കോൺട്രിബ്യൂഷൻസ് മെയ്ഡ് ബൈ റെനേസൻസ് സയൻസ് ടു ദ പ്രോഗ്രസ് ഓഫ് മോഡേൺ വേൾഡ്. റെനേസൻസ് സയൻസ് നമ്മുടെ മോഡേൺ വേൾഡിന് തന്നിരിക്കുന്ന കോൺട്രിബ്യൂഷൻസ്, അത് കുറേ പോയിന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ടീച്ചറിൻ്റെ വീഡിയോയിലുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, എടുത്ത് പഠിക്കുക.
സയൻസ് വളരെയേറെ പ്രോഗ്രസ്സിലേക്ക് വന്നത് റെനേസൻസ് പീരീഡിലായിരുന്നു. അതെല്ലാം 1 by 1 ആയിട്ട് എല്ലാം എഴുതുക. ഓക്കെ, അപ്പോൾ അതാണ് ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് തന്നിരിക്കുന്ന 5 മാർക്ക് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ജോഗ്രഫിയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കാണും. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 30ലേക്ക് വരാം. എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് ദി ഫോളോയിങ് ക്ലൈമാറ്റിക് റീജിയൻസ്. 2 ക്ലൈമാറ്റിക് റീജിയൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സാണ് ചോദിച്ചിരിക്കുക. ഓരോന്നിനും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 2.5. ആദ്യം എഴുതേണ്ടത് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ, അത് അണ്ടർലൈൻ ചെയ്യുക, അത് കീവേഡാണ്. അതിനുശേഷം ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് താഴെ എഴുതി വിടുക. ദെൻ ടൈഗ റീജിയൻ, അണ്ടർലൈൻ ടൈഗ റീജിയൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പിന്നെ 1 by 1 ആയിട്ട് എഴുതുക. 2 എഴുതിക്കോണം. 2.5 വെച്ച് 2നും കിട്ടും. അങ്ങനെയാണ് നമുക്ക് എത്ര മാർക്ക് കിട്ടുക? 5 മാർക്ക്. അതിനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ആർ മൺസൂൺ വിൻഡ്സ്? എക്സ്പ്ലെയിൻ. മൺസൂൺ വിൻഡ് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിൻഡാണ് മൺസൂൺ വിൻഡ്, അല്ലേ? മൺസൂൺ വിൻഡിന് ഇന്ത്യ ഇന്നും ഒരു അഗ്രികൾച്ചറൽ നേഷനാണ്. അഗ്രികൾച്ചറാണ് നമ്മുടെ ആളുകളുടെ ഓക്യുപ്പേഷൻ. അതുകൊണ്ട് തന്നെ മൺസൂൺ വിൻഡും അത് കൊണ്ടുവരുന്ന മഴയും ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ എത്ര മൺസൂൺ വിൻഡ്സ് ഉണ്ട്? സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് ആൻഡ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡ്. അപ്പോൾ മൺസൂൺ വിൻഡ് സൗത്ത് വെസ്റ്റും നോർത്ത് ഈസ്റ്റും 2 കീവേഡാണ്. 2ഉം അണ്ടർലൈൻ ചെയ്യുക. സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡിൻ്റെ അതിൻ്റെ ഇൻട്രഡക്ഷൻ എഴുതുമ്പോൾ മൺസൂണിൻ്റെ മീനിങ് എന്താണെന്നും ഒക്കെ എഴുതാം കേട്ടോ, മീനിങ് ഒക്കെ എഴുതാം. അതിനുശേഷം നമ്മൾ എന്താണ് എഴുതേണ്ടത്? സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്, നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡ്. 2 കീവേഡ് ഉണ്ട്. 2നെ പറ്റിയും എഴുതണം. എങ്കിൽ മാത്രമേ 5 സ്കോർ കിട്ടത്തുള്ളൂ. സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് ഏത് സമയത്താണ്? ജൂൺ ടു സെപ്റ്റംബർ, അല്ലേ? ആ വിൻഡ് എന്ത് കൊണ്ടിരുന്നു? ധാരാളം മോയ്സ്ചർ കടലിൽ നിന്ന് കൊണ്ടുവരുന്നത് കൊണ്ട് നമുക്ക് ഹെവി റെയിൻഫോൾ കിട്ടുന്നു. ഇന്ത്യ മുഴുവൻ റെയിൻഫോൾ കിട്ടുന്നു. ഓക്കെ, അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക? ഇത് ഏതാണ് ഈ മൺസൂൺ വിൻഡ് എന്ന് പറയുന്നത്? നമ്മുടെ ട്രേഡ് വിൻഡാണ്. ട്രേഡ് വിൻഡ്, അല്ലേ? സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡാണ് നമുക്ക് എന്തായിട്ട് മാറുന്നത്? ഇക്വേറ്റർ ക്രോസ് ചെയ്യുമ്പോൾ അത് കോറിയോലസ് ഇഫക്റ്റ് കൊണ്ട് അത് റൈറ്റിലേക്ക് ഡിഫ്ലീറ്റ് ചെയ്ത് അത് സൗത്ത് വെസ്റ്റായിട്ട് മാറുന്നു. സത്യത്തിൽ അത് ഏതായിരുന്നു? സൗത്ത് ഈസ്റ്റ് ആയിരുന്നു. സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡായിട്ട് മാറുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ഈ ഡയറക്ഷൻ ഉണ്ടാകുന്ന ചേഞ്ചാണ്. ആ ഡയറക്ഷൻ ചേഞ്ച് ആകാനുള്ള കാരണം എന്താണ്? കോറിയോലസ് എഫക്റ്റ് ആണ്. അതൊക്കെ എഴുതിക്കണം. ഓക്കെ, ഇനി എവിടെയാണ് ഇവിടെ സണ്ണിൻ്റെ പൊസിഷൻ? അപ്പോൾ എവിടെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ജൂണിൽ സണ്ണിൻ്റെ പൊസിഷൻ. നിങ്ങൾക്കറിയാമല്ലോ, സൺ അപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ലാൻഡ് ഏരിയയിലെ ലോ പ്രഷറും സീയിലെ ഹൈ പ്രഷറും ആയിരിക്കും. അപ്പോൾ ഹൈ പ്രഷറുള്ള സീയിൽ നിന്നും നല്ല മോയ്സ്ചറുള്ള കാറ്റ്, മൺസൂൺ കാറ്റ് എവിടേക്ക് വരുന്നു? ലാൻഡിലേക്ക് വരുന്നു. അവിടെ അത് ഭയങ്കര ഹെവി റെയിൻഫോൾ ഉണ്ടാകുന്നു. അപ്പോൾ സണ്ണിൻ്റെ അപ്പാരൻ്റ് മൂവ്മെൻറ്റും സണ്ണിൻ്റെ പൊസിഷൻ ലാൻഡിലായതുമാണ് മൺസൂൺ ഏത് സമയത്തുണ്ടാകാനുള്ള കാരണം? ജൂണിലുണ്ടാകാനുള്ള കാരണം. പിന്നെ എന്ത് സംഭവിക്കുന്നു? സെപ്റ്റംബർ കഴിയുമ്പോൾ സണ്ണിൻ്റെ പൊസിഷൻ എങ്ങോട്ട് മാറുന്നു? അപ്പാരൻ്റ് മൂവ്മെൻറ്റ് സൗത്തിലേക്ക് പോകുന്നു, സൗത്തേൺ ഹെമിസ്ഫിയറിലേക്ക് പോകുന്നു. അപ്പോൾ പ്രഷർ ഡിഫറൻ്റ് ആകുന്നു. ലാൻഡ് കൂളാവുകയും അവിടെ ഹൈ പ്രഷർ ഉണ്ടാവുകയും സീ ചൂടാവുകയും അവിടെ ടെമ്പറേച്ചർ കൂടുകയും അവിടെ ലോ പ്രഷർ ആവുകയും ചെയ്യുന്നു. അപ്പോൾ സെപ്റ്റംബർ കഴിയുമ്പോൾ സണ്ണിൻ്റെ പൊസിഷൻ സൗത്തേൺ ഹെമിസ്ഫിയറിലേക്ക് പോകുമ്പോൾ വീണ്ടും അതിൻ്റെ പൊസിഷൻ മാറുന്നു, അല്ലേ? ലാൻഡിൽ ഹൈ പ്രഷറും സീയിൽ ലോ പ്രഷറും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? മൺസൂൺ തിരിച്ചു പോകുന്നു. അതിനെയാണ് റിട്രീറ്റിംഗ് മൺസൂൺ എന്ന് പറയുന്നു. അതിനെ നമ്മൾ എന്ത് പേര് വിളിക്കുന്നു? നോർത്ത് ഈസ്റ്റ് മൺസൂൺ. എത്ര മാസമുണ്ട്? 2 മാസമേ ഉള്ളൂ. നവംബർ സെപ്റ്റംബർ കഴിഞ്ഞു, അല്ല ഒക്ടോബർ നവംബർ 2 വർഷം. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? തുലാവർഷം എന്ന് വിളിക്കുന്നു. ലാൻഡിൽ നിന്ന് വരുന്ന കാറ്റായതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? മഴ വളരെ കുറവാണ്. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ടീച്ചറിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.